ഹൗലുൽ കൗസറിൽ നിന്ന് കുടിക്കാൻ ഭാഗ്യം ലഭിക്കാതെ പോയാൽ ആ ഒരു സങ്കടം ഒന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. നാളെ മഹ്ശറിൽ ഇത്രയും വലിയ ദാഹമുണ്ടാകുന്ന സന്ദർഭം, ആളുകൾ വിയർപ്പിൽ മുങ്ങുന്നൊരു സന്ദർഭം, സൂര്യൻ വളരെ അടുത്തേക്ക് കൊണ്ടുവരപ്പെടും, എല്ലാ അർത്ഥത്തിലും പ്രയാസം അനുഭവിക്കുന്ന, ദാഹവും വിശപ്പും അനുഭവപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ ഹൗലുൽ കൗസർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട ആ മഹത്തായ ഹൗൽ അവിടെ ഉണ്ട്. നാം മുസ്ലിം ഉമ്മത്തിൽപ്പെട്ടവരാണ്. എന്നിട്ടും ആ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗത്തിന് അതിൽ നിന്ന് കുടിക്കാൻ ആ സമയത്ത് കിട്ടുന്നില്ലെങ്കിൽ വിശ്വാസികളൊക്കെ അത് കുടിച്ച് ആനന്ദിക്കുന്ന ഒരു രംഗം കൂടി അവർ കാണുമ്പോൾ എത്രമാത്രം സങ്കടകരമായ ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അങ്ങനെ സംഭവിക്കുമോ? ആരെങ്കിലും അതിൽ നിന്ന് തടയപ്പെടുമോ? നാം നേരത്തെ അതിനെ സംബന്ധിച്ചൊരു സൂചന നൽകി. ഒന്നുകൂടി നമുക്കത് വിശദീകരിക്കാം. ഇമാം മുസ്ലിം റഹിമഹുല്ല അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ്, അൻ നബി ഹുറൈറത റളിയല്ലാഹു തആല അൻ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തൽ മഖ്ബറ ഫഖാല അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ വദിദ്തു അന്നാ ഖദ് റഅയ്നാ ഇഖ്വാനനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മഖ്ബറയിലേക്ക് പോയി. ബഖീന്റെ ഖബർസ്ഥാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് പ്രവാചകൻ അവർക്ക് സലാം പറഞ്ഞു, വിശ്വാസികളെ നിങ്ങൾക്ക് സലാം, ഞങ്ങൾ വളരെ ഇൻഷാ അല്ലാഹ് നിങ്ങളിലേക്ക് ഞങ്ങളും വളരെ വേഗത്തിൽ തന്നെ വന്നു ചേരുന്നതാണ്. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, നമ്മുടെ സഹോദരങ്ങളെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന്. ഞാൻ ആഗ്രഹിക്കുന്നു നമ്മളുടെ ഇഖ്വാനുകളെ, സഹോദരങ്ങളെ കാണാൻ. ഖാലു, അപ്പൊ സഹാബത്ത് ചോദിച്ചു, അവലസ്ന ഇഖ്വാനക്, അള്ളാഹുവിന്റെ റസൂലെ ഞങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളല്ലേ, ഞങ്ങളും സഹോദരങ്ങളല്ലേ? യാ റസൂലല്ലാഹ് ഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സഹോദരങ്ങളാണ്, പക്ഷെ നിങ്ങൾക്ക് അതിനേക്കാൾ വലിയ ദർജ ഉണ്ട്. എന്താണത്? അൻതും അസ്ഹാബി, നിങ്ങൾ എൻ്റെ സ്വഹാബികളാണ്. അത് ഇഖ്വാൻ എന്നതിനേക്കാൾ എല്ലാ സ്വഹാബികളും ഇഖ്വാനുകളാണ്, എന്നാൽ എല്ലാ ഇഖ്വാനുകളും സ്വഹാബികളല്ല. അതുകൊണ്ട് നിങ്ങൾ ഇഖ്വാനുകളല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല, മറിച്ച് നിങ്ങൾ എൻ്റെ സ്വഹാബികളാണ്. അത് വലിയ ദർജയാണ്. എന്നാൽ വ ഇഖ്വാനുന, നമ്മുടെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലദീന ലം യഅ്തു ബഅദ്, അവരിതുവരെ വന്നിട്ടില്ല, ഇനി വരാനിരിക്കുന്ന തലമുറയിലാണ് അവർ ഉള്ളത്. ഫഖാലു, ഇപ്പോൾ സ്വഹാബികൾ ഉടനെ ചോദിച്ചു, കാരണം നമ്മളൊക്കെ മരിച്ചു പോകുമല്ലോ, അപ്പൊ ഈ ഇഖ്വാനിനെ കാണണമെങ്കിൽ മഹ്ശറിലെത്തണം. കൈഫ തഅരിഫു മൻ ലം യഅതി ബഅദു മിൻ ഉമ്മതിക് യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, നമ്മുടെ കാലശേഷം വരുന്ന ഇഖ്വാനുകളെ ഖിയാമത്ത് നാളിൽ നിങ്ങൾ എങ്ങനെ തിരിച്ചറിയും? സ്വഹാബികളുടെ വളരെ ശ്രദ്ധേയമായ ചോദ്യമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചു. എന്താണ് ചോദ്യം? അറഅയ്ത ലൗ അന്ന റജുലൻ ലഹു ഖൈലുൻ ഗുർറുൻ മുഹജ്ജല ബൈന ളഹ്റൈ ഖൈലിൻ ദുഹ്മിൻ ബുഹ്മിൻ അലാ യഅരിഫു ഖൈലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, ഒരാൾക്ക് ഒരു കുതിരയുണ്ട്, ആ കുതിര കറുകറുത്ത കുതിരയാണ്, പക്ഷെ അതിൻ്റെ മുതുകിലും കാലിലും വെള്ള നിറമാണ്. മുതുകിലും കാലിലും വെള്ള നിറമുള്ള കുതിരയാണ് അയാളുടെ കുതിര. എന്നാൽ ബാക്കി എല്ലാ കുതിരകളും മുഴുവൻ കറുത്ത കുതിരയാണ്. അപ്പോൾ ആ കുതിരകൾക്കിടയിൽ വെച്ച് കാലുകളിലും കൈകളിലും മുതുകിലുമൊക്കെ വെള്ള നിറമുള്ള താങ്കളുടെ കുതിരയെ, അതല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കുതിരയെ അയാൾ പ്രത്യേകം തിരിച്ചറിയില്ലേ? ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരിച്ചുള്ള ചോദ്യം. അപ്പൊ എല്ലാവരും ഉള്ളിടത്ത് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിറമുള്ളവരെ പ്രത്യേകിച്ച് തിരിച്ചറിയാൻ പറ്റും. ഏതുപോലെ ഒരാൾക്ക് കുതിരയുണ്ട്, ആ കുതിരയുടെ കൈകളിലും കാലുകളിലും മുതുകിലും വെള്ള നിറമാണ്, ബാക്കി ഭാഗം കറുപ്പാണ്, എന്നാൽ മറ്റു കുതിരകളെല്ലാം തന്നെ മുഴുവൻ കറുപ്പാണ്. അപ്പോൾ അതിൽ നിന്ന് തൻ്റെ കുതിരയെ വേർതിരിച്ചറിയാൻ ഒരാൾക്ക് എളുപ്പമല്ലേ? സ്വഹാബികൾ പറഞ്ഞു, അതേ എളുപ്പമാണ് നബിയെ. ബലാ യാ റസൂലല്ലാഹ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹും യഅ്തൂന ഗുർറൻ മുഹജ്ജലീന മിനൽ വുളൂ, നിങ്ങളും അങ്ങനെ തന്നെയാണ് വരിക. മുസ്ലിം ഉമ്മത്ത് ഖിയാമത്ത് നാളിൽ വരുന്നത് വുളൂഇന്റെ ഭാഗങ്ങൾ വെളുത്ത നിറമുള്ളവരായിക്കൊണ്ടാണ്. വുളൂ എടുക്കുന്ന കൈകൾ, കാലുകൾ, മുഖം, ഈ ഭാഗങ്ങളൊക്കെ പ്രകാശമുള്ളവരായിക്കൊണ്ട് വെളുത്തവരായിക്കൊണ്ടാണ് മഹ്ശറിൽ നിങ്ങൾ വരിക. അതുകൊണ്ട് തന്നെ ഇത് മുസ്ലിം ഉമ്മത്തിന്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് മാത്രമുള്ള പ്രത്യേകതയാണ്. മറ്റു പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലുള്ളവർക്കും അവരും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ശുദ്ധീകരണം നടത്തിയവരാണ്, വുളു എടുത്തവരാണ്. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് മാത്രം അവർ വുളു എടുത്ത ഭാഗങ്ങൾ പ്രകാശിക്കുന്ന രൂപത്തിലാണ് മഹ്ശറിൽ വരുന്നത്. അതുകൊണ്ട് എനിക്ക് അവരെ തിരിച്ചറിയാൻ പറ്റുമെന്നാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെയൊക്കെ വിശേഷിപ്പിച്ചത്, ലോകത്തിലുള്ള മുഴുവൻ വിശ്വാസികളെയും വിശേഷിപ്പിച്ചത്
പ്രവാചകന്റെയും സഹാബത്തിൻ്റെയും സഹോദരങ്ങളായിട്ടാണ്. നമ്മളെ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ ആഗ്രഹിക്കുന്നു അവരെ കാണാൻ എന്നാണ്. അതുകൊണ്ട് തീർച്ചയായും നാമും ആ പ്രവാചകനെ കാണാൻ ആഗ്രഹിക്കുന്നു. നമ്മളും ആ പ്രവാചകന്റെ സാമീപ്യം ലഭിക്കാൻ ഇഷ്ടപ്പെടുന്നു. ആ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ കഴിയാൻ നമ്മളും ആഗ്രഹിക്കുന്നു. എങ്കിൽ എന്ത് വേണം? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ അനുസരിക്കണം. പ്രവാചകനെ നമ്മൾ പിൻപറ്റി യഥാർത്ഥ വിശ്വാസികളാവണം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വിശദീകരിച്ച ഉടനെ തന്നെ സങ്കടത്തോടു കൂടി പറയുന്നൊരു കാര്യമുണ്ട്. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വഅന ഫറതുഹും അലൽ ഹൗദ്, എനിക്ക് ശേഷം വരാനിരിക്കുന്ന ആ സഹോദരങ്ങളെ ഞാൻ കാത്തിരിക്കും ഹൗലിൻ്റെ അടുക്കൽ നിന്നാണ്. പ്രവാചകൻ നമുക്ക് വേണ്ടി ഹൗലുൽ കൗസറിൻ്റെ അടുത്ത് കാത്തിരിക്കും, നമ്മളുടെ ദാഹം മാറ്റാൻ, നമുക്ക് അതിൽ നിന്ന് വെള്ളം കോരിത്തരാൻ. അങ്ങനെ പ്രവാചകൻ കാത്തു നിൽക്കും. അലാ ലയുദാദന്ന റിജാലുൻ അൻ ഹൗദി കമാ യുദാദുൽ ബഈറുൽ ളാൽ. എന്നാൽ ചില ആളുകൾ എൻ്റെ ഹൗലിൻ്റെ അടുക്കൽ നിന്ന് ആട്ടി ഓടിക്കപ്പെടും. ഏതുപോലെ? കൂട്ടം തെറ്റിയ ഒട്ടകം വേറൊരാളുടെ ഹൗലിൻ്റെ അടുക്കലേക്ക് വന്നാൽ ആ വ്യക്തി ആ ഒട്ടകത്തെ ആട്ടും. ഇപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ ഹൗലുണ്ട്, അത് അവരുടെ ഒട്ടകങ്ങൾക്ക് വെള്ളം കുടിക്കാനുള്ളതാണ്. അവിടേക്ക് വേറെ ടീമിൻ്റെ ഒട്ടകങ്ങൾ വന്നാൽ അവരെന്ത് ചെയ്യും? ആ ഒട്ടകങ്ങളെ ആട്ടി അകറ്റും. എന്നതുപോലെ ഒരു സംഘം എൻ്റെ ഹൗലിൻ്റെ അടുക്കൽ നിന്ന് ആട്ടി അകറ്റപ്പെടും. അവർക്ക് കുടിക്കാൻ കൊടുക്കാൻ സമ്മതിക്കപ്പെടുകയില്ല, അള്ളാഹു അനുവാദം നൽകുകയില്ല. ഉനാദീഹിം, ഞാൻ അവരെ വിളിക്കുകയും ചെയ്യും. അലാ ഹലും, വരൂ വരൂ എന്ന് ഞാൻ വിളിക്കുന്നുണ്ട് അവരെ, പക്ഷെ അവർ തടയപ്പെടുകയാണ്. ഫയുഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെടും, ഇന്നഹും ഖദ് ബദ്ദലൂ ബഅദക്, താങ്കൾക്ക് ശേഷം ഇവർ മതത്തിൽ നിന്ന് പുറകോട്ട് പോയവരാണ്, പല മാറ്റങ്ങളും ദീനിൽ വരുത്തിയവരാണ്. അതുകൊണ്ട് നബിയെ സങ്കടപ്പെടേണ്ടതില്ല, ഇവർ മാറ്റം വരുത്തിയ ബിദ്അത്തിന്റെ ആളുകളാണ്, ഇവർ യഥാർത്ഥ ഇസ്ലാമിന്റെ ചര്യയിൽ നിന്ന് പിറകോട്ട് പോയവരാണ്. അതുകൊണ്ട് അവർക്ക് കുടിക്കാൻ കൊടുക്കപ്പെടുന്നതല്ല. ഫഅഖൂലു, അപ്പോൾ ഞാൻ പറയും, സുഹഖനു സുഹഖൻ, എങ്കിൽ നിങ്ങൾ പോയിക്കോ, നിങ്ങൾക്ക് വിദൂരം, നിങ്ങൾ എനിക്ക് വേണ്ടാന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അള്ളാഹു ആട്ടിയകറ്റും, മലക്കുകൾ ആട്ടിയകറ്റും. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഗ്രഹീതമായ ഹൗലുൽ കൗസറിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിലെ ഒരു വിഭാഗത്തെ ആട്ടിയകറ്റും. ആരാണവർ? അള്ളാഹുവിൻ്റെ ദീനിൽ മാറ്റം വരുത്താൻ വേണ്ടി ശ്രമിച്ചവരാണ്. അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചതിൽ നിന്ന് മാറി സ്വന്തം നിലക്ക് ദീന് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയും പരിശ്രമിക്കുകയും ചെയ്ത ബിദ്അത്തിന്റെ ആളുകൾ ഹൗലുൽ കൗസറിൽ നിന്ന് അവർക്ക് കുടിക്കാൻ കിട്ടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലേ, ഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. ഈ മതത്തിൽ പുതുതായി കടത്തി കൂട്ടുന്നതൊക്കെ മുഹ്ദസാത്തുകളാണ്, അത് ബിദ്അത്തുകളാണ്, അത് വലാലത്താണ്, അത് നരകത്തിലാണ്. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്, അവൻ തള്ളപ്പെടും. ദീനിലില്ലാത്തത് ആര് കൊണ്ടുവന്നാലും, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, എൻ്റെ കൽപ്പനയില്ലാത്ത അമൽ ആര് ചെയ്താലും അത് തള്ളപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ എല്ലായിടത്തും തള്ളപ്പെടുന്നതാണ്. ബിദ്അത്തിന്റെ ആളുകൾ അവർ തള്ളപ്പെടും, അവരുടെ അമലുകൾ തള്ളപ്പെടും. ഹൗലുൽ കൗസറിന്റെ അടുക്കൽ നിന്നും അവർ ആട്ടി അകറ്റപ്പെടുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബിദ്അത്തുകൾ ചെയ്യാതിരിക്കൂ. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത സ്വഹാബികൾക്ക് അറിയാത്തതൊന്നും ദീനല്ല. ഫമാലം യകുൻ യൗമഇദിൻ ദീനൻ ഫലാ യകൂനുൽ യൗമ ദീന എന്ന് മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ശ്രദ്ധേയമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത്, സ്വഹാബത്തിന്റെ കാലത്ത് ദീനല്ലാത്ത ഒന്ന് നമ്മുടെ കാലത്ത് ദീനാവാൻ പാടില്ല. ആളുകൾ എന്തെല്ലാമാണ് ആചരിച്ചു കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്നു. നബിയോ സഹാബികളോ ഉത്തമ തലമുറകളിലുള്ളവരോ അത് ചെയ്തിട്ടില്ല. ഖബറുകൾ കെട്ടിപ്പൊന്തിച്ച് അവിടെയുള്ളവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു. ശിർക്കും ബിദ്അത്തും എല്ലാം നിറഞ്ഞ ഒരുപാട് പ്രവർത്തനങ്ങൾ. അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കാത്ത മജ്ലിസുകൾ, അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കാത്ത സ്വലാത്തുകൾ, അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കാത്ത ദിക്റുകൾ, ദുആകൾ, അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കാത്ത നമസ്കാരങ്ങൾ, നോമ്പുകൾ, ഇങ്ങനെ തുടങ്ങി വിശ്വാസരംഗത്തും കർമ്മരംഗത്തും ആചാരരംഗത്തും അനുഷ്ഠാന രംഗത്തും ഒട്ടനവധി ദുരാചാരങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ടിരിക്കുന്നു. അറിയുക, നാളെ മഹ്ശറിൽ 50,000 വർഷത്തെ ദൈർഘ്യമുള്ള സൂര്യൻ വളരെ അടുത്ത് കൊണ്ടുവരപ്പെടുന്ന, വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന, ദാഹം കൊണ്ടും വിശപ്പ് കൊണ്ടും ആളുകൾ പൊറുതിമുട്ടുന്ന ഒരു ദിവസത്തിൽ തേനിനേക്കാൾ മധുരമുള്ള, നിങ്ങൾ നോക്കൂ, നല്ല ദാഹമുള്ള ഒരു സന്ദർഭത്തിൽ തേനിനേക്കാൾ മധുരം, കസ്തൂരിയേക്കാൾ ഗന്ധമുള്ള ഒരു പാനീയം,
പാലിനേക്കാളും മഞ്ഞിനേക്കാളും നിറമുള്ള ഒരു പാനീയം. അത് നിലനിൽക്കുന്നത് സ്വർണം കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ഒരു ഹൗലിലാണ്. മുത്തുകളും പവ്യങ്ങളുമാണ് അതിൻ്റെ അടിഭാഗത്തുള്ളത്. അങ്ങേയറ്റ മുന്തിയ കസ്തൂരിയാണ് അതിലെ മണൽ. അത് കോരിത്തരുന്നതാകട്ടെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരാനന്ദമായിരിക്കും അത്, എന്തൊരാഹ്ലാദമായിരിക്കും. എന്നിട്ടും ആ ഒരു അവസരത്തിൽ ആ ഒരു മഹത്തായ ഭാഗ്യം ലഭിക്കാതെ പോകുന്നവനാണ് ബിദ്അത്തിന്റെ ആളുകൾ. അതുകൊണ്ട് ബിദ്അത്തുകൾ ചെയ്യല്ലേ. മഹ്ശറിലെ വലിയൊരു നിഅമത്തിനെ തട്ടിക്കളയാതിരിക്കൂ. ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, ആരോടൊക്കെയുള്ള വാശി തീർക്കാൻ വേണ്ടി പലരും ബിദ്അത്തിന്റെ വിഷയത്തിൽ മത്സരിക്കുകയാണ്. മഅദല്ലാഹ്, അല്ലാഹുവിൽ ശരണം. ബിദ്അത്തുകളെ എതിർക്കുന്നവരോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി ആളുകൾ ബിദ്അത്തുകൾക്ക് ശക്തി പകർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അരുത്. കാരണം നമുക്ക് നഷ്ടപ്പെടുന്നത് മഹ്ശറാണ്, ഹൗദുൽ കൗസറിൽ നിന്നുള്ള വെള്ളമാണ്. ചിന്തിക്കുക. അതുകൊണ്ട് താൽക്കാലികമായ ലാഭങ്ങൾക്ക് വേണ്ടിയോ മറ്റുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടിയോ നമ്മൾ അങ്ങനെ ചെയ്യരുതേ. അതുകൊണ്ട് വലിയ നഷ്ടമാണ് നമുക്ക് വരാൻ പോകുന്നത്. ഇത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമുക്ക് മുന്നറിയിപ്പ് നൽകിയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ഇതൊന്നും പറയാതെ പോയിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂല് നമ്മെ ഇഖ്വാനുകളായി, സഹോദരങ്ങളായി കാണുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഞാൻ അവിടെ നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നതാണ് പറഞ്ഞത്. അന ഫറത്തുക്കും എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ പറഞ്ഞത് മറ്റുള്ളവർ വരുന്നതിന് മുമ്പ് നേരത്തെ തന്നെ എത്തി കാത്തു നിൽക്കുന്നതിനാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത് എന്നാണ്. അള്ളാഹുവിൻ്റെ റസൂൽ നേരത്തെ തന്നെ അവിടെ എത്തി കാത്തു നിൽക്കും. ഈ ഉമ്മത്തിലെ ആളുകൾ വരാൻ വേണ്ടി അവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കും. ആ സന്ദർഭത്തിൽ സുഹക്കൻ പോ നിനക്കില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ് ആട്ടിയകറ്റും ചിലരെ. ബിദ്അത്തിന്റെ ആളുകളാണത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. എല്ലാ ബിദ്അത്തുകളെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആട്ടിയകറ്റണം. നമുക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യ മതി.